ഹായ്, ടീം എയിംസിന്റെ ഫ്യൂച്ചർ IAS സ്റ്റുഡൻസ് അടക്കം SSLC +1 +2 എക്സാമുകൾ എഴുതാൻ പോകുന്ന കുട്ടികളോടാണ്. നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ അത്യാവശ്യമായിട്ടുള്ള 3 വെപ്പൺസ് അല്ലെങ്കിൽ എക്സാം ടൂൾസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്ന്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എക്സാമിനായിട്ട് നിങ്ങളുടെ 100% കൊടുക്കുക, മറ്റുള്ളതൊക്കെ ഇതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ദൈവത്തിൽ ബലമേൽപ്പിക്കുക. അപ്പോൾ വളരെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നന്നായിട്ട് പഠിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എത്ര ചാപ്റ്റർ ഉണ്ട്, ബുക്കുകളുടെ പേജുകൾ മറിച്ച് വെക്കുക, ഇതൊക്കെ നിർത്തിയിട്ട് ഞാൻ എന്റെ 100% കൊടുക്കുന്നു. ഞാൻ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കുന്നു. സ്ട്രെസ് ഒരിക്കലും പാടില്ല. വളരെ പീസ്ഫുൾ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് 100% എഫിഷ്യൻസിയോട് കൂടി പഠിക്കാൻ സാധിക്കും. അപ്പൊ ഒന്ന് അത്. രണ്ട്, നന്നായിട്ട് ഉറങ്ങുക. കൂടുതലും ഉറങ്ങരുത്, കുറച്ചും ഉറങ്ങരുത്. എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷെ അതിനൊരു എളുപ്പമാർഗം എന്ന് പറയുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പഠിത്തത്തെ കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് പെട്ടെന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങി എണീറ്റാൽ, പ്രോപ്പർ സ്ലീപ്പിന് ശേഷം എണീറ്റാൽ ആദ്യം ചിന്തിക്കേണ്ടത് പഠിത്തത്തിനെ കുറിച്ചാണ്. പഠിത്തത്തിനെ കുറിച്ച് ചിന്തിച്ച് പെട്ടെന്ന് പഠിത്തത്തിലേക്ക് വരിക. ഇനി ഈ ഉറക്കത്തിന്റെ ഇടക്കൊക്കെ ഞെട്ടി എണീക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ എണീക്കുമ്പോൾ ഒന്നും പഠിത്തത്തിനെ കുറിച്ച് ചിന്തിക്കരുത്. പ്രോപ്പർ ആയിട്ട് ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം പഠിത്തത്തിനെ കുറിച്ച് ചിന്തിക്കുക. മൂന്നാമത്തത്, അഡിക്വേറ്റ് ഭക്ഷണം കഴിക്കുക. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. അത് 3-4 നേരം നിങ്ങൾ എങ്ങനെയാണോ കഴിക്കുന്നത് അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യുക. അതായത് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ മിനിമം നിങ്ങളുടെ സിലബസ് 5 തവണയെങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മിനിമം ആണ്. അതിന്റെ കൂടെ ഒരു 5-6 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഹൈ സ്കോർ മാർക്ക് ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് സ്ട്രെസ് കുറക്കാൻ ഒന്നുകൂടി പറയാം. നിങ്ങളുടെ SSLCയോ +1ഓ +2 അല്ല നിങ്ങളുടെ കരിയറിനെ ഡിറ്റർമൈൻ ചെയ്യാൻ ഉള്ളത്. അതിൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ 1 മാർക്കോ 2 മാർക്കോ അല്ലെങ്കിൽ കുറച്ച് മാർക്കോ കുറയുന്നത് ഒരിക്കലും നിങ്ങളുടെ സക്സസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതല്ല. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.